അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് രാവിലത്തെ ഫസ്റ്റ് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാ ഒരു ചെറിയൊരു ലോറി കിട്ടിയിട്ടില്ലേ. അപ്പം അതിൻ്റെ പുറകിൽ കൊട്ടയിലിങ്ങനെ ഇരുന്നു. ഗുഡ് മോർണിംഗ്. സോ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നലെ നമ്മൾ രാത്രി കിടന്നു തുടങ്ങിയ പ്ലേസിൽ നിന്ന് രാവിലെ എണീച്ച് ഞങ്ങൾ കടയിലൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റിനുള്ള എഗ്ഗ് മേടിച്ച് കൊണ്ടുവന്ന് എഗ്ഗ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ബോയിൽ ചെയ്ത് ഇപ്പോൾ അത് എഗ്ഗും രാവിലെ ചായ കുടിച്ചപ്പോൾ എഗ്ഗും ഒരു സാധാ മിനറൽ വാട്ടറും കുടിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ നേരെ ഇവിടെ നിങ്ങളെ പാക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഗാൻഡ്രൂക്കിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഇവിടുന്ന് ഇപ്പോൾ ഗാൻഡ്രൂക്കിലേക്ക് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറിന് ട്രക്കിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഇനി ഇവരോട് യാത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നേരെ ഇങ്ങനെ പോയിട്ട് ഓരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അച്ഛൻ്റെ വീടിൻ്റെ വ്യൂ ആട്ടത് പകലത്തെ വ്യൂ. ഇന്നലെ നമ്മൾ രാത്രിയില്ല കണ്ടിട്ടു. പകലൊക്കെ ഫുൾ 2 മലകളാട്ടോ. ഒക്കെ വലിയ മലകളാണ്. ഒക്കെ ഏകദേശം മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങോട്ടൊക്കെ മലകളാട്ടോ. ഇവിടെ പ്രത്യേകിച്ച് കൃഷി കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. ചെറിയ ഉള്ളി പോലത്തെ ചെറിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഫോണ് കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുള്ളിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ വീടിൻ്റെ അകമെന്ന് പറഞ്ഞാൽ. ഇത് വുഡാണിത് കണ്ടോ, വുഡാണ്. മേലെയും വുഡ് കേട്ടോ, സൈഡിലും വുഡാണ്. ആ സൈഡ് വരുന്നത് കല്ലാണ് കേട്ടോ. ചാർജ് ഇവിടെ ആകെ 2 സോക്കറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ അതെടുത്ത് പവർ ബാങ്ക് എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് നമ്മൾ നേരെ ചാച്ചനോട് യാത്ര പറഞ്ഞൊരു വെള്ളത്തിൻ്റെ ബോട്ടിൽ സെറ്റാക്കണം. അങ്ങോട്ട് വെള്ളം അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ മേലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ചാച്ച ഇതാണ് നമ്മളെ ചാച്ച ഞങ്ങളെ ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇവിടുത്തെ ബാഗ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇറങ്ങാണ്. ഗ്രാമത്തിൽ ഭൂമി കണ്ടില്ലേ വ്യത്യസ്തമായിട്ട് തരംതിരിച്ചിരിക്കണേ. അതെന്താണെന്ന് വെച്ചാൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ലെവലിൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അതേപോലത്തെ മൗണ്ടൻസ് ഒരു കട്ട് ചെയ്ത് ഇതാണ്ടോ വരിയായിട്ട് കൃഷിക്ക് അനുയോജ്യമായിട്ട് അവിടെ ഒരു കൃഷിയാണെന്നുണ്ടെങ്കിൽ താഴത്തൊരു കൃഷി അങ്ങനെ സെറ്റാക്കി വെക്കണം കേട്ടോ. കർഷകന് അദ്ദേഹത്തിൻ്റെ കളം കളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതായത് നിലം കളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ ട്രാക്ടർ അല്ലേ, ഇവിടെ ഇപ്പോഴും ഈ ഒരു സംവിധാനമാണ്. പശുക്കളെ ഉപയോഗിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, നിലം കളക്കാനൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഗാൻഡ്രൂക്കിൽ പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയുണ്ട്. മലമുകളിൽ നിന്ന് വാട്ടർഫാൾസ് വെള്ളം വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളിവിടെ ഫുഡ് ഉണ്ടാക്കാന്നുള്ള സെറ്റപ്പിലേക്കാണ്. അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലേസാണ്. ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, രാവിലത്തെ ജസ്റ്റ് ഒരു കഴിച്ചിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഇനി ഇത് ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണം. എന്നിട്ട് ഇതാ ഇവിടുന്ന് മേലോട്ട് നടന്ന് പോകാനൊക്കെ ഉണ്ട് നമുക്ക്. അപ്പം ഇനി നേരെ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കി സെറ്റായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ ഒക്കെ. ഈ വ്യൂ കണ്ടിട്ട് ഇങ്ങനെ ഇവിടുന്ന് നൂഡിൽസും കഴിച്ചിരിക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ ഇറങ്ങാം കേട്ടോ. മേലേക്ക് പോവാണ്, ഗാൻഡ്രൂക്കിലേക്ക് പോവാം കേട്ടോ. നടന്നു പോകുന്ന യാത്രയിൽ കണ്ട കാഴ്ച കേട്ടോ അതൊക്കെ. നമ്മളെ താഴെ കണ്ട അരുവിതാ, താഴത്തൂടെ അരുവി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാട്ടോ. ഈ ഗാൻഡ്രൂക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഒരു എന്താ പറയുക, ഒരു വലിയൊരു വില്ലേജാണ് ശരിക്കും ഗാൻഡ്രൂക്ക് എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ പോയി നോക്കാം ഗാൻഡ്രൂക്കിൻ്റെ കാഴ്ചകൾ എന്താണെന്നുള്ളത്. അത്യാവശ്യം വലിയ ഹൈക്കിങ് തന്നെയാണ് ഗാൻഡ്രൂക്കിലേക്ക് താഴ്ന്നു പോകാനുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു 17 കിലോമീറ്റർ വാക്ക് ചെയ്തിട്ട് 17ലധികം കിലോമീറ്റർ നമ്മൾ നടന്നിട്ട് ഗാൻഡ്രൂക്കിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗാൻഡ്രൂക്ക് വില്ലേജ് വരുന്നത്. ഇതാണ് വില്ലേജിൻ്റെ എൻട്രൻസ്. ഇതാണ് നമ്മുടെ വെൽക്കം ടു അവർ ബ്യൂട്ടിഫുൾ വില്ലേജ് എന്ന് പറഞ്ഞത്. ഞങ്ങൾ ആ വില്ലേജിലേക്ക് കയറി നോക്കണം. വലിയ വില്ലേജ്, അത്യാവശ്യം വലിയ വില്ലേജാണെന്നാണ് പറഞ്ഞത്. ഷോപ്പ്, കടകൾ, കാര്യങ്ങൾ, അവിടുത്തെ വീടുകൾ, ഹൗസിങ് കാര്യങ്ങൾ. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെയാണ് വരുന്നത്, ബാക്ക് സൈഡിൽ. ആൻഡ് ഇതാണ് വരുന്നത്. സോ നൈസ്. കയറി വരുമ്പോൾ തന്നെ നല്ലൊരു വീട്, കല്ല് പതിച്ചുള്ള വീട്. ഇതാണ് ഇങ്ങനെ വരുന്നത്. ഇതിലിങ്ങനെ കയറി മേലോട്ട് പോയി നോക്കണം. വന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടോ. കുതിരൻ്റെ പുറത്ത് നമ്മളതാ ഈ ഇങ്ങോട്ടൊക്കെയുള്ള കല്ലുകളൊക്കെ, അതായത് ഇവിടുത്തെ ലോക്കൽ ടാക്സിയാണ് ഈ കാണുന്ന വണ്ടി.
ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൈതപ്പുറത്താണ് നമ്മളെ കല്ലുകൾ ചുമലും അതേപോലെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരണം കേട്ടോ. അത്രയും ഹെറിറ്റേജ് ആയിട്ടുള്ളൊരു വില്ലേജാണിത്. കോളിഫ്ലവർ ഇതാ വിളഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കോളിഫ്ലവർ ആണ്, ഓവറായിട്ട് ഐറ്റമില്ല. ഗ്രാമത്തിലെ കാഴ്ചകളാണ് ഇതൊക്കെ. നേരത്തെ നമ്മൾ കാണിച്ചു തന്ന കോളിഫ്ലവർ ഇല്ലേ, ഗ്രാമത്തിൽ എത്തിയപ്പോൾ നമ്മളെ കോളിഫ്ലവർ കാണാൻ കഴിഞ്ഞത്. ചെടി മാത്രമുള്ളായിരുന്നു കേട്ടോ. സോ ഞങ്ങൾക്ക് ഇതാ ഇതിൻ്റെ ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പം അങ്ങോട്ട് ലക്ഷ്യമായിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. കാണ്ട്രൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണ്ട്രൂക്കിനായിട്ട് ലാസ്റ്റ് വില്ലേജിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര കോൾഡാണ് ഇവിടെ. അപ്പോൾ നൈസ് നല്ലൊരു പ്ലേസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ടെൻ്റ് അടിക്കണം, ഫുഡ് പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയൊക്കെയാണ് പ്ലാന്. ഗ്രാമത്തിലെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു കഫേ അതേപോലെ തന്നെ ഒരു വീട് കണ്ടത്. ഞങ്ങൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് നമ്മൾ ടെൻറ്റ് ഞങ്ങൾ ഇതിൻ്റെ ടോപ്പിലെത്തി. അതായത് നമ്മളെ ഗാൻഡ്രൂക്കിൻ്റെ ഏറ്റവും ടോപ്പാണിത്. ഈ കയറി കഴിഞ്ഞ് നേരെ താഴേക്ക് ഇറങ്ങണം. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഭയങ്കര തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. അപ്പോൾ എന്താ പ്ലാൻ എന്ന് വെച്ചാൽ നേരെ താഴത്ത് പോയിട്ട് അവിടെ ഇങ്ങനെ ടെൻറ്റ് അടിക്കാനുള്ള സ്പേസ് പോകണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രയും കാലിക്കറ്റ്സ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. കാരണം ഈ ഒരു ഭയങ്കര അതിശൈത്യത്തിൽ നമുക്ക് എന്തായാലും സർവൈവ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതാ ഈ കഫേയിലേക്ക് കയറുന്ന വഴികളാട്ടോ അതൊക്കെ. ഫുള്ള് ഇതേപോലത്തെ സൂര്യകാന്തി പോലത്തെ സൂര്യകാന്തി അല്ലാത്ത ഈ ഒരു ഷെഡ് വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ നല്ല വ്യൂ ഉണ്ട്. ആ കാണുന്ന ശരിക്കും നമ്മൾ ഹിമാലയം കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ ശരിക്കും. പക്ഷേ ഞങ്ങൾ ചോദിച്ച സമയത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഏകദേശം 4 ദിവസമായിട്ട് ഇവിടെ ഈ ഒരു വെതർ തന്നെയാണ്. ഇന്നലെ ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറി വരുന്ന സമയത്ത് കാണ്ടേന്ന് പറഞ്ഞ പ്ലേസിലൊക്കെ അത്യാവശ്യം നല്ല റെയിൻ ആയിരുന്നു കേട്ടോ. ഈ കാണുന്ന നേരെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് നമുക്ക് ഹിമാലയം കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഈ വെതർ കാരണം നമുക്കിത് വാച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് അടുത്ത സ്പേസ് നോക്കിയിട്ട് പോകണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ പോകണം, നല്ലൊരു പ്ലേസ് നോക്കിയിട്ട് ടെൻ്റ് അടിക്കണം, ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം, കുറച്ച് സമയം റെസ്റ്റ് ചെയ്യണം. കാരണം ഇന്ന് നമ്മൾ ഏകദേശം 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ട്രക്കിങ് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ട്രക്കിങ് നമ്മളിവിടെ എത്തുമ്പോൾ ഉള്ള സമയം ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ട്. 3 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഭയങ്കര ടയർഡായിട്ടുണ്ട്. വയ്യ, ഞാൻ എവിടെയെങ്കിലും പോയിട്ടൊന്ന് ഇരിക്കണം. ഇതിനുള്ള സ്ഥലം നോക്കി ഞങ്ങൾ ഒരു സ്കൂളിലോട്ട് എത്തിയിട്ടുള്ളത്. പിള്ളേരുടെ ബാസ്കറ്റ് ബോളൊക്കെ കളിക്കുന്ന ഇവിടെ സ്കൂളുണ്ട്. അവിടെ പോയിട്ട് ചോദിച്ചു നോക്കാം. ഞങ്ങൾക്ക് ഇപ്പോൾ വേറെ 2 ആൾക്കാർ കിട്ടിയിട്ടുണ്ട്, മലയാളീസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ. അവർ ഫ്രം തൃശ്ശൂരല്ല, തിരൂരാണ് അവന്മാർ. അടുത്ത നമ്മൾ കുക്കിംഗ് ആണ് കേട്ടോ. നമ്മൾ ഫ്ലവർ ഇതിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യണത്. മാസ്റ്റർ ഷെഫ് അവിടെ ഉണ്ട്. നമ്മളവിടെ ബയ്യാൻ്റെ ഷോപ്പാണ്. ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ചൂട് കായുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ വെച്ചിട്ട് നമ്മൾ ഫുഡ് ഇതാക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഗ്യാസ് കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ടെൻ്റ് അടിച്ച പ്ലേസ് പറഞ്ഞത് അതിൻ്റെ ഈ കാണുന്ന ഷോപ്പിൻ്റെ നേരെ അടിയിലാണ് ടെൻ്റ് അടിച്ചിട്ടുള്ളത്. ഏകദേശം ഇതാ കാണുന്നതാണ് നമ്മൾ ടെൻ്റ് കേട്ടോ. ഇവിടെ ഗ്രീൻ കാണുന്ന വേറെ ടെൻ്റാണ്, മറ്റേതാണ് നമ്മളിതാ ഫുഡ് മേക്കിംഗ്. ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്താ വെച്ചാൽ സ്മോക്കി കോളിഫ്ലവറും അതേപോലെ തന്നെ നമ്മുടെ ബെന്നും ആണ് ഇന്നത്തെ നൈറ്റിൽ നമ്മളെ അത്താഴം, നമ്മുടെ ഡിന്നർ. ഇവിടെ ഗ്യാസ് തീർന്നിട്ട് അപ്പുറത്തുള്ള മറ്റേ ഷോപ്പിൽ പോയിട്ട് കൈയൊക്കെ ചൂടാക്കുന്ന പ്ലേസ് ഉണ്ട്. അവിടെ ചട്ടി വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കണ അവസ്ഥയാണ് കേട്ടോ. എവിടെ പോയാലും കുടുങ്ങൂല അതല്ല ശരി. എനിക്ക് ശരിക്കും ഇന്ന് ഫുഡ് ഉണ്ടാക്കാനുള്ള ഗ്യാസ് ഓൾമോസ്റ്റ് കഴിയാനായില്ല. കഴിഞ്ഞ് തന്നെ പറയാം. ആകെ ഒരു സമയത്ത് മാത്രം ഉണ്ടാക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ഫെസിലിറ്റീസ് കിട്ടിയത്. സോ അപ്പോൾ ഇതാ ഇന്നത്തെ ചൂടുള്ള ഡിന്നറാണ് ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയത്. ബർഗറാണ് ഉണ്ടാക്കിയത്. വെജ് ബർഗറാണ് ഇന്നത്തെ രാത്രിക്കത്തെ ഡിന്നർ. ഇപ്പോൾ അതാ സെറ്റ് ഞങ്ങൾ ടെൻ്റ് അടിച്ച് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒരാളിപ്പോൾ ഏകദേശം എന്താ പറയുക, ഏകദേശം 3 ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ കിടക്കണം. അത്യാവശ്യം നല്ല ഭയങ്കര കോൾഡായിട്ട് വെതറാണ്. 8 ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞത് അവിടെ കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ 2 ഫാനൊക്കെ ഇട്ടാണ് കിടക്കുന്നത്. അപ്പം ഫുള്ള് സെറ്റാക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ നാളത്തെ നമ്മൾ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നേരെ പൊക്കാറ പോകുന്ന പരിപാടിയാണ്. സോ നാളെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഫുള്ളൊന്ന് വില്ലേജൊക്കെ ഒന്ന് സെറ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്തിട്ട് നാളെ ഒരു ഉച്ചരൊക്കെ ആകുമ്പോൾ ഉദ്ദേശിച്ച് നേരെ പൊക്കാറൊക്കെ എത്താനുള്ള പരിപാടിയാണ്. അങ്ങനെ ഇറങ്ങാനുള്ള പ്ലാനിലൊക്കെ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.